ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമുക്ക് വേദിയിൽ സന്നിധനായിട്ടുള്ള KSTയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒരു മുഖവരിയുടെ ആവശ്യമില്ല. നമ്മുടെ സംഘടനയുടെ സമീപകാലത്തെ ചരിത്രത്തിൽ ഏറ്റവും നന്നായി സംഘടനയെ ചലിപ്പിക്കാൻ നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് നമ്മോടൊപ്പം ഇപ്പോഴുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സംഘടനയുടെ KSTയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട അരുൺ മാഷുണ്ട്. മാഷയും ഏറെ സ്നേഹത്തോടെ ഈ സമര പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ സമരം വിജയിക്കുന്നത് വരെ നമ്മോടൊപ്പം ഈ സമരപന്തലിൽ ഉണ്ടാവുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ ജില്ലയിൽ നിന്നും എത്തിച്ചേരുന്ന ഇനി നാളെ മുതൽ അങ്ങോട്ട് എത്തിച്ചേരാൻ പോകുന്ന മുഴുവൻ സമര വോളണ്ടിയർമാരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ സംഘടനയുടെ സമരത്തെ സ്ഥിരപ്പെടുത്തണം. അതിന് പര്യാപ്തമായ കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നില്ല എങ്കിൽ അത് സംസ്ഥാന വിഹിതം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മേഖലയിലെ പ്രശ്നം അടിയന്തിരമായി പരിഹരിക്കണമെന്നുള്ളതിനെയാണ് ഒറ്റവാക്കിൽ ഈ സമരത്തിലൂടെ സംഘടന മുന്നോട്ട് വെക്കുന്നത്. ഈ സമരം ഏതർത്ഥം വരെയും പോയാലും ഏത് ദിവസം വരെ പോയാലും സംഘടനയുടെ വിജയം വരെയും സംഘടനയിലെ സമര വോളണ്ടിയർമാർ ഈ സമരപന്തത്തിൽ എന്നും ഉണ്ടാകും. നമ്മുടെ ലക്ഷ്യം വിജയം തന്നെയാണ് എന്നുറക്കെ പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് തിരുവനന്തപുരം ജില്ല വരെയുള്ള എല്ലാ ജില്ലകളിലെയും സമര വോളണ്ടിയർമാർ ഈ തുടക്കത്തിലെ സമരകേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട്. മുഴുവൻ ആളെയും ഈ സമരകേന്ദ്രത്തിലേക്ക് ഏറ്റവും ആദ്യം ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ മഹാസമരം ഉദ്ഘാടനം ചെയ്യുന്നത് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് CS സുജാതയാണ്. സഖാവ് ഏറെ നേരത്തെ കൃത്യമായി പറഞ്ഞതിനടിസ്ഥാനം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കറിയാം മഹിളാ അസോസിയേഷൻ എന്നതിന് നമ്മുടെ മേഖലയിൽ മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സംഘടനയിൽ 94% പേരും വനിതകളാണ് എന്നുള്ളത് കൂടി കൊണ്ട് നമ്മുടെ ഈ ഉദ്ഘാടക ആ അർത്ഥത്തിൽ തന്നെ ഇതിനെ കാണുന്നുണ്ട് എന്നുള്ളത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് എത്തിച്ചേർന്നിട്ടുണ്ട്. സമര നേതാക്കളെ, സംഘടനാ നേതാക്കളെ ഈ സമരത്തിന്റെ പേരിൽ ഭാഗമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സുനിൽ ടീച്ചറോട് അഭ്യർത്ഥിക്കുകയാണ്. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കാൻ. സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീലത ടീച്ചർ, അതുപോലെ ഇവിടെ സമര പോരാളികളായി മുഴുവൻ ആളുകളെയും അതിനെ അഭിവാദ്യം ചെയ്യുന്നു. കേരള റിസോർട്ട് പ്രിയപ്പെട്ട KST നേതാവ് മാഷ്, പ്രിയപ്പെട്ട ശ്രീലത, ഷൗമക്കി, പ്രിയപ്പെട്ട സഹോദരിമാരെ, കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ അനിശ്ചിതകാല സമരം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുക. ഇവിടെ സ്വാഗതം പറഞ്ഞ വിനോദും സുനിത ടീച്ചറും നമ്മുടെ സംഘടനയുടെ ന്യായമായിട്ടുള്ള ഡിമാൻഡിനെ സംബന്ധിച്ച് പറഞ്ഞു. 23 വർഷമായി ജോലിയെടുക്കുന്ന, പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന, അവരുടെ വീടുകളിൽ പോയി കുഞ്ഞുങ്ങളെ ശുശ്രൂഷിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അതിനനുസരിച്ചുള്ള വേതനം ഇന്ന് ലഭ്യമാകുന്നില്ല. തന്നെയുമല്ല, വർഷങ്ങളായി ജോലിയെടുക്കുമ്പോൾ അവർ സ്ഥിര നിയമനത്തിന് അർഹരുമാണ്.